ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. CJ റോയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. സാധാരണ എത്ര ദുഷ്ടനായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ കൂടി അയാളുടെ മരണത്തിന് ശേഷം ആ ഒരു വ്യക്തി വിശുദ്ധനാക്കപ്പെടുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുള്ളതാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്കിന് ഒരുപാട് ആളുകൾ ഇദ്ദേഹം ചെയ്തിരിക്കുന്ന നന്മകൾ ഓർത്തുകൊണ്ട് അദ്ദേഹത്തെ വാഴ്ത്തുകയും എന്നാൽ ഇദ്ദേഹം പിന്നിട്ട വഴികളിൽ കടന്നുപോയിരിക്കുന്ന പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇപ്പോൾ വീണ്ടും ഉയർന്നു വരികയും ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ, ഇങ്ങനെ ഒരാളായിരുന്നു എന്നുള്ള വേവലാതികൾ പലരും പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു മനുഷ്യനായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇപ്പം ഇത്രയും ദിവസത്തെ മീഡിയാസിൽ നിന്ന് നമ്മൾ കണ്ടേക്കുന്ന കാര്യങ്ങളുണ്ട്. ഞാനും ഒരുപക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയായിരിക്കും. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞേക്കുന്ന ഈ വലിയൊരു സാമ്രാജ്യം ആ ഒരു മനുഷ്യൻ പടുത്തുയർത്തി പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ചധികം നാളുകളായിട്ട് ആ മനുഷ്യൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു പേടിയായിരിക്കണം ഇത്തരത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനൊരു റെയ്ഡ് വരികയും പിന്നീട് തൻ്റെ അക്കൗണ്ടുകൾ മുഴുവൻ ഫ്രീസ് ആവുകയും കാലാകാലങ്ങളായിട്ട് ഒരു ദിവസം പോലും വൈകാതെ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും വൈകാതെ എംപ്ലോയീസിനൊക്കെ കൃത്യമായിട്ടുള്ള സാലറി കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു ദിവസം അത് കൊടുക്കാൻ പറ്റാതെ ആവുകയും വന്ന് ഇത് ആ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന വലിയൊരു സാമ്രാജ്യം കൂപ്പുകുത്തുന്ന ഒരു അവസ്ഥയിലിട്ട് എത്തുന്ന ഒരിക്കലും താങ്ങാൻ കഴിയാതെ സ്വയം ജീവൻ ഇല്ലാണ്ടാക്കി എന്നുള്ള കാര്യം തന്നെയാണ് നമ്മളിൽ പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. ചില ആളുകൾ ആ മനുഷ്യന് മറ്റൊരാൾ ഇങ്ങനൊരു ശത്രുക്കളൊക്കെ ഉള്ളത് തന്നെയാണ്, മറ്റൊരാൾ ഇല്ലാണ്ടാക്കിയതാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളും ഉണ്ട്. എന്താണെങ്കിലും അതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങളൊക്കെ പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഏതൊരാൾക്കാണെങ്കിലും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. എത്ര വലിയ കൊടുമുടി കീഴടക്കിയ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ പോലും അയാൾ സഞ്ചരിച്ച പാതയിലൊക്കെ തന്നെ അയാൾ അറിഞ്ഞോ അറിയാതെയൊക്കെ തന്നെ അവിടെയുള്ള ചെറിയ ചെറിയ ജീവജാലങ്ങളെയൊക്കെ തന്നെ ചവിട്ടി മെതിച്ച് തന്നെയായിരിക്കും ആ മുകളിലോട്ട് കയറിയിട്ടുണ്ടാവുക. ആൻഡ് ഒരു ആളെ വേദനിപ്പിക്കാതെ ആ ഒരു മുകളിലോട്ട് എത്തി എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് അത്ര സംസാരിക്കാം. എന്തായാലും ആദ്യം തന്നെ ഇദ്ദേഹം എഴുതി വെച്ചിരുന്ന ഒരു കുറിപ്പുണ്ടായിരുന്നു ഈ ഒരു കുടുംബത്തോടൊക്കെ സംസാരിക്കാനുണ്ടായിരുന്ന ചില കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ തന്നെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ന്യൂസ് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. 9 പേജുള്ള ആത്മഹത്യാക്കുറിപ്പാണ് അദ്ദേഹം കുടുംബാംഗങ്ങളുടെ പേരിൽ തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ തന്റെ കുടുംബത്തോട് അദ്ദേഹം മാപ്പ് ചോദിക്കുന്നുണ്ട്. താൻ നേരിട്ട സമ്മർദ്ദങ്ങളെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അത് കുടുംബത്തിന് ലഭിച്ചത് ഈ റോയ് മരിക്കുന്ന സമയത്ത് കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ വിദേശത്തായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അതുപോലെ സഹോദരൻ ഇവരെല്ലാവരും വിദേശത്തായിരുന്നു. മരണവിവരം അറിഞ്ഞതിന് ശേഷമാണ് ഇവർ നാട്ടിലേക്ക് തിരികെ എത്തിയത്. ഈ എത്തിയ സമയത്താണ് ഇവർക്ക് ഈ കുറിപ്പ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ റോയിയുടെ സഹോദരൻ ഇവിടെ എത്തിയ ശേഷം നടത്തിയ വളരെ രൂക്ഷമായ പ്രതികരണമാണ് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടത്തിയിരുന്നത്. ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരന്തര സമ്മർദ്ദമാണ് തന്റെ സഹോദരന്റെ മരണകാരണമെന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു. എന്നാൽ ഇന്നലെ സംസ്കാര ചടങ്ങിന് ശേഷം വീണ്ടും അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയ സമയത്ത് അല്പം കൂടി മയപ്പെടുത്തിയ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. കടുത്ത പ്രതികരണങ്ങൾക്കൊന്നും തന്നെ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ കർണാടക പോലീസ് പ്രത്യേക സംഘം നടത്തുന്ന അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ കുടുംബം ഒരു വാർത്താ സമ്മേളനം നാളെ കൊച്ചിയിൽ നിശ്ചയിച്ചിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ മാധ്യമങ്ങൾക്കെല്ലാം നൽകിയിരുന്നതുമാണ്. എന്നാൽ ഇന്നലെ വൈകിട്ട് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായ ശേഷം ഈ വാർത്താ സമ്മേളനം നീട്ടിവെക്കുകയാണ് എന്നുള്ള ഒരു അറിയിപ്പാണ് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതും ഇപ്പോൾ ഈ പുറത്തു വന്ന ആത്മഹത്യാക്കുറിപ്പുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയില്ല. എങ്കിലും ഇത് തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള സൂചന തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. മറ്റൊന്ന് അന്വേഷണമാണ്. എന്തായാലും റോയി ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും റോയിയുടെ ആത്മഹത്യയ്ക്ക് നയിച്ച കുറേ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് ഇനി പുറത്തു വരേണ്ടതുള്ളത്. അത് കണ്ടെത്താൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണം പൂർത്തിയാകേണ്ടി വരും. എന്തായാലും ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് കർണാടക പോലീസിന്റെ തീരുമാനം. ആദ്യ ദിവസം തന്നെ ഈ അന്വേഷണം ഏറ്റെടുത്തതിന് തൊട്ട് പിന്നാലെ തന്നെ കൊച്ചിയിൽ നിന്ന് റെയ്ഡിന് നേതൃത്വം നൽകിയ കൃഷ്ണപ്രസാദ് എന്ന ജോയിന്റ് ഡയറക്ടറെയും അതുപോലെ തന്നെ നിതിൻ എന്ന ഉദ്യോഗസ്ഥരെയും ആദ്യം തന്നെ ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഈ ഉദ്യോഗസ്ഥരെ ആ സമയത്ത് മരണസമയത്ത് ആ ഓഫീസിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. പക്ഷേ ഇത് പ്രാഥമികമായി വിവരശേഖരണം മാത്രമാണ് എന്നാണ് SIT ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വിശദമായി ചോദ്യം ചെയ്യലിന് അവരോട് ഒരുങ്ങിയിരിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് പൂർത്തിയാകുന്നതുവരെ ഈ ബംഗളൂരു വിട്ടുപോകരുത് എന്നുള്ള ഒരു രേഖാമൂലമുള്ള നിർദ്ദേശവും ഇപ്പോൾ SIT ഈ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. എന്തായാലും ഈ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത തുടരുക തന്നെയാണ്. റോയിയുടെ ഫോണിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ പോലീസിനുണ്ട്. എന്തായാലും റോയിയുടെ ഫോൺ ഇപ്പോൾ രണ്ടും ലോക്ക് ചെയ്ത നിലയിലാണ്. ഈ ഫോണുകളിൽ ലോക്ക് നീക്കാൻ വേണ്ടിയുള്ള അനുമതിക്കായി കർണാടക പോലീസ് ഇന്ന് കോടതിയെ സമീപിക്കും. കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടിയാലുടൻ ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി ഈ ഫോണുകൾ അയക്കും. ഫോണുകൾ ലോക്ക് മാറ്റി കിട്ടിയാൽ വാട്സ്ആപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ പരിശോധിക്കാം. അപ്പോൾ 3 മാസത്തെ ബാക്കപ്പ് ചാറ്റുകൾ ലഭിച്ചു കഴിഞ്ഞാൽ റോയിയുടെ മരണത്തിലെ ദുരൂഹത നീങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതുപോലെ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ബാലിസ്റ്റിക് റിപ്പോർട്ട് എന്നിവ വരേണ്ടതുണ്ട്. എന്തായാലും സ്വന്തം തോക്കിൽ നിന്ന് വെടിയുതിർത്ത് തന്നെയാണ് റോയി മരിച്ചത് എന്നുള്ള ഒരു വ്യക്തത ഇതിനോടൊക്കെ തന്നെ പോലീസിനെ ലഭിച്ചിട്ടുണ്ടെങ്കിലും ബാലിസ്റ്റിക് പരിശോധനാ ഫലം കൂടി കാക്കുന്നുണ്ട് പോലീസ്. എപ്പോഴും റോയിയുടെ കൈവശം ഒരു സൂട്ട് കേസ് ഉണ്ടായിരുന്നു. ഈ സൂട്ട് കേസിൽ എന്നും റോയി ഒരു തോക്ക്, ഒരു പിസ്റ്റൽ, കോറമംഗലം പോലീസ് സ്റ്റേഷനിലാണ് ഈ പിസ്റ്റലിന് ലൈസൻസ് ഉള്ളത്. സൈലൻസർ ഘടിപ്പിച്ച ഈ പിസ്റ്റൽ ഏത് ഘട്ടത്തിലും റോയി കൊണ്ട് നടക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മാത്രമല്ല കഴിഞ്ഞ 3 മാസമായി ഈ റോയിയുടെ മുറിയുടെ ഭാഗത്തേക്കുള്ള CCTV കണക്ഷനുകൾ മുഴുവൻ വിച്ഛേദിച്ച നിലയിലായിരുന്നു. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ആത്മഹത്യയിലേക്ക് എത്താനുള്ള ഒരു റോയിയുടെ തീരുമാനം വളരെ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ ആദായനികുതി വകുപ്പ് കഴിഞ്ഞ 3 മാസമായ ബംഗളൂരുവിലൂടെ നിരന്തരമായ സമ്മർദ്ദം ഇതുമായി ബന്ധപ്പെട്ട് റോയി നേരിട്ടിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിലും ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉണ്ട്. PG കുറച്ചധികം കാലങ്ങളായിട്ട് ഇദ്ദേഹം ഇത് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. കടുത്ത മാനസിക സംഘർഷത്തിലൂടെ തന്നെ ആയിരുന്നിരിക്കണം അദ്ദേഹം കടന്നുപോയിട്ടുണ്ടാവുക.
നമ്മൾ എത്ര കോടിയുടെ ആസ്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ കൂടി നമുക്ക് മനസ്സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവിടെ. പിന്നെ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളുണ്ട്, അതുകൊണ്ട് തന്നെ ആയിരിക്കും എപ്പോഴും ഒരു ഗണ്ണ് കയ്യിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ആ ഒരു കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ടാവണം. അത് തന്നെയായിരിക്കണം ഈ ഒരു ഫാമിലി ആണെങ്കിലും ഈ വെക്കാനിരുന്ന ആ ഒരു പ്രസ് മീറ്റ് പിന്നീട് നീട്ടി വെച്ചിട്ടുണ്ടാവുക അല്ലേ. അപ്പം ഇതിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നേക്കുന്ന മറ്റു പല സാധനങ്ങളുണ്ടായിരുന്നു. മുമ്പ് അദ്ദേഹം ജോലി ചെയ്തിരുന്ന ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ അദ്ദേഹം ഡയറക്ടർ ബോർഡിലോട്ടൊക്കെ പിന്നീട് എത്തുകയും ശേഷം ഈ കെ നമ്പൂതിരി ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ ഒരു ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ ചതിച്ചുകൊണ്ട് പിന്നീട് പടുത്തുയർത്തിയൊരു സാമ്രാജ്യമാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്നും അതിനുശേഷം ഈ കെ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ലതാ നമ്പൂതിരിനെ ഇദ്ദേഹം പിന്നീട് വിവാഹം ചെയ്തിരുന്നുവെന്നും അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീജിത്ത് സോമനാഥൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ദിവസങ്ങളിൽ തൻ്റെ FB ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. പോസ്റ്റിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 500 കോടിയിലധികം വിറ്റുവരവുണ്ടായിരുന്ന ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായിട്ടുള്ള ക്രിസ്റ്റൽ ഗ്രൂപ്പ് തെറ്റായ സാമ്പത്തിക മാനേജ്മെൻറ്റും CJ റോയുമായുള്ള തർക്കങ്ങളും കാരണം 30 കോടിയിലേക്ക് കൂപ്പുകുത്തുകയും ഒടുവിൽ പ്രവർത്തനരഹിതമാവുകയുമായിരുന്നു. ഇനി ഇതിനകത്ത് പറയുന്ന പ്രധാനമായിട്ടും ഈ CJ റോയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഭാഗങ്ങൾ ഞാൻ ഇങ്ങോട്ട് വായിക്കാം. CJ റോയും ക്രിസ്റ്റൽ ഗ്രൂപ്പുമായുള്ള ബന്ധം എന്താണെന്ന് അറിയുമോ? ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ അദ്ദേഹം ഒരു മാനേജറായിട്ടാണ് CJ റോയ് തൻ്റെ കരിയർ ആരംഭിച്ചത്. എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തൻ്റെ മാർക്കറ്റിംഗ് സ്കിൽസ് വഴി കമ്പനിയുടെ വളർച്ചയിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. ഇതിൻ്റെ ഫലമായി സ്ഥാപകനായ കെ നമ്പൂതിരി റോയിയെ കമ്പനിയുടെ ഒരു ഡയറക്ടർ പദവിയിലേക്ക് ഉയർത്തി. സ്ഥാപകനായ കെ നമ്പൂതിരിയുടെ ഭാര്യ ലതാ നമ്പൂതിരിക്കൊപ്പമായിരുന്നു അദ്ദേഹം അക്കാലത്ത് പ്രവർത്തിച്ചിരുന്നത്. ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ പല സുപ്രധാന തീരുമാനങ്ങളും പ്രൊജക്റ്റുകളും നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു എന്നതിനാലാണ്. കമ്പനിയുടെ ലാഭവിഹിതത്തിലോ അധികാരത്തിലോ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. എങ്കിലും നിയമപരമായി അതൊരു കുടുംബ നിയന്ത്രിത കമ്പനിയായിരുന്നു. കെ നമ്പൂതിരിയും ഭാര്യ ലതാ നമ്പൂതിരിയുമായിരുന്നു പ്രധാന ഉടമകൾ. കമ്പനിയുടെ സുവർണ കാലഘട്ടമായിരുന്നു 2006-ൽ. അദ്ദേഹം പൊടുന്നനെ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് രാജിവെക്കുകയും സ്വന്തമായി ഒരു കമ്പനി ആരംഭിക്കുകയും ചെയ്തു. ബിസിനസ് രീതികളിലെ അഭിപ്രായ വ്യത്യാസങ്ങളും സ്വന്തമായ ഒരു ബ്രാൻഡ് കെട്ടിപ്പടുക്കണമെന്ന ലക്ഷ്യവുമാണ് ഇതിന് പിന്നിലെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ ഒരു വലിയ വിഭാഗം ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് സ്ഥാപിക്കാൻ സഹായിച്ചു. എന്നാൽ 2005-ൽ അദ്ദേഹം ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വന്ന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തുടങ്ങിയ സമയത്ത് ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ചില ഭൂമി ഇടപാടുകളിലും സ്വത്തുക്കളിലും ക്രമക്കേട് നടന്നതായും ചില സ്വത്തുക്കൾ ബിനാമി പേരിൽ മാറ്റിയതായും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതേ ചൊല്ലി ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥരും റോയും തമ്മിൽ വലിയ നിയമയുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ പല പ്രധാന ഭൂമി ഇടപാടുകളും നടത്തിയിരുന്നത് CJ റോയി ആയിരുന്നു. കമ്പനി വിടുന്ന സമയത്ത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന് വേണ്ടി വാങ്ങാൻ നിശ്ചയിച്ചിരുന്നതോ അല്ലെങ്കിൽ കമ്പനിയുടെ ഫണ്ട് ഉപയോഗിച്ച് അഡ്വാൻസ് നൽകിയതോ ആയ ചില തന്ത്രപ്രധാനമായ ഭൂമികൾ അദ്ദേഹം തൻ്റെ പുതിയ കമ്പനിയായ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ പേരിലേക്ക് മാറ്റിയതായി ആരോപണങ്ങൾ ഉയർന്നു. ഇത് ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ വരാനിരുന്ന പല പ്രോജക്റ്റുകളെയും ബാധിച്ചു. റിയൽ എസ്റ്റേറ്റിൽ ഏറ്റവും പ്രധാനം വിശ്വാസ്യതയും മാർക്കറ്റിംഗ് ടീമുമാണ്. ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ ഭൂരിഭാഗം സെയിൽസ് ടീമിനെയും റോയ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോയി. അതോടൊപ്പം ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ പഴയ ഉപഭോക്താക്കളും അദ്ദേഹം സ്വാധീനിച്ചു. ഇത് ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ വരുമാനം പെട്ടെന്ന് നിലയ്ക്കാൻ കാരണമായി. ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥർ CJ റോയ്ക്കെതിരെ സാമ്പത്തിക ക്രമക്കേടുകൾക്കും വിശ്വാസവഞ്ചനയ്ക്കും കേസുകൾ ഫയൽ ചെയ്തിരുന്നു. എന്നാൽ ഈ കേസുകൾ വർഷങ്ങളോളം നീണ്ടുപോയി. ഒരു ഘട്ടത്തിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും അവർക്ക് കേസുകൾ കൃത്യമായി നടത്താനോ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കാനോ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്തു. റോയ് ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് മാറിയ ശേഷം സ്വന്തം നിലയിൽ വലിയ വിജയം കൈവരിച്ചു. ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഈ മാറ്റം അക്കാലത്ത് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വലിയ ചർച്ചയായിരുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പൊരു പോഡ്കാസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴത്തേക്കും അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. എൻ്റെ ഭാര്യ പറഞ്ഞു, ചേട്ടൻ എന്ത് ചെയ്താലും നാളെ ആൾക്കാർ കുറ്റം പറയും. ഞാനും നമ്പൂതിരി, നിനക്കറിയാലോ കൃഷ്ണൻ നമ്പൂതിരി, ഞങ്ങൾ സ്പ്ലിറ്റ് ആവുന്നത് 2005-ലാണ്. എൻ്റെ ഭാര്യ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ സ്ട്രോങ് ആണ്, ഞാൻ സ്ട്രോങ് ആണ്, പുള്ളി കുറച്ച് വീക്കാണ്. അപ്പൊ എനിക്ക് ആ ലോക്കൽ ഞാൻ ബോണം ബ്രോട്ടപ്പാണ്, എല്ലാ ലോക്കൽ സപ്പോർട്ടും എന്റെയൊക്കെയാണ്. കമ്പനിയുടെ ഫുൾ ടീം എൻ്റെ അടുത്തായിരുന്നു. അപ്പൊ എൻ്റെ ഭാര്യ പറഞ്ഞു, ചേട്ടൻ എന്ത് ചെയ്താലും നാളെ ആൾക്കാർ കുറ്റം പറയും, തെറ്റ് എന്തായാലും അവർക്ക് എന്താ വരച്ച ചെയ്താൽ അവർക്ക് വരും. ചേട്ടൻ അപ്പൊ ഇറങ്ങി വന്നോ. അപ്പൊ ഞാൻ പുള്ളിയൊരു മീറ്റിംഗ് വെച്ചു. നിങ്ങളുടെ അന്ന് 210 കോടിയാണ് ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്തത്. ഞാൻ, പുള്ളിയുടെ വൈഫ്, പിന്നെ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണം? അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഓൾ റണ്ണിങ് പ്രോജക്ട്സ് വേണം, എടുത്തോ. ഓഫീസ് വേണം, എടുത്തോ. സ്റ്റാഫ് വേണം, എടുത്തോ. പിന്നെ എല്ലാത്തരം മെറ്റീരിയൽസ് വേണം, എടുത്തോ. നിങ്ങൾക്ക് എന്താ വേണ്ടാത്തെന്ന് ചോദിച്ചു. അവർ ഞങ്ങൾക്ക് സർജാപുരത്തെ ലാൻഡ് വേണം. അന്നൊക്കെ കാട്ടുപുറത്തെ ലാൻഡാണ്. ഇത് വേണ്ട, അത് വേണ്ട, ഇത് വേണമെന്നാണ്. എല്ലാം ഒരു അത്യാവശ്യമില്ലാത്ത സാധനങ്ങളായിരുന്നു, ഒരു ആവശ്യമില്ലാത്തത്. ഞാൻ ഓക്കെ സൈനിട്ടോളം പറഞ്ഞു. 350 സ്റ്റാഫ് ഉണ്ടായിരുന്നു 2005-ല്. അതിൽ 300 പേര് എഞ്ചിനീയേഴ്സ് ആയിരുന്നു. ഞാൻ നമ്മുടെ വിൻസൺ മാനർ ഹോട്ടലിലെ ബോൾ റൂം എടുത്തിട്ട് ഒരു ഡിന്നർ വെച്ചു.
എന്ത് പറയാൻ വേണ്ടിയെന്ന് അറിയോ, നിങ്ങൾ ക്രിസ്റ്റൽ വിടാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ സ്റ്റാഫൊക്കെ സാർ ഇത് പ്രശ്നമല്ലേ, അത് നിങ്ങൾ വിട്ടുപോവല്ലേ, അപ്പോൾ അത് ഞങ്ങൾക്കും കമ്പനി വേണ്ട. ഞാൻ പറഞ്ഞു അതും എൻ്റെ കുട്ടിയാണ്, ക്രിസ്റ്റലും എൻ്റെ കുട്ടിയാണ്, നിങ്ങൾ വിടാൻ പാടില്ല. അങ്ങനെ ഒരു ഡിന്നർ എൻ്റെ പേഴ്സണൽ ചെലവിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് സെൻഡ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ വന്ന് അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ആരൊക്കെ വേണ്ടാത്ത ചോദിച്ചു. 35 പേര് വേണ്ടെന്ന് പറഞ്ഞു. അവരെടുത്തിട്ടാണ് ഞാൻ പുള്ളി അന്ന് ഇതിനെപ്പറ്റിയിട്ട് പറഞ്ഞേക്കുന്ന കാര്യം ഇത് തന്നെയായിരുന്നു. എന്നാൽ ഇതിന് ശേഷം ഈ ഒരു പോഡ്കാസ്റ്റ് പിന്നീട് പുള്ളിക്കൊരു പ്രശ്നമായിട്ടുണ്ടായിരിക്കുന്ന കാര്യത്തെ പറ്റിയിട്ട് ഇതേ അവതാരകൻ തന്നെ പിന്നീട് മീഡിയാസിൻ്റെ അടുത്ത് വന്ന് പറയുന്ന കാര്യമുണ്ട്. നമുക്ക് മുന്നോട്ട് അതിനെപ്പറ്റി സംസാരിക്കാം. പിന്നെ ഈ ഒരു KK നമ്പൂതിരിയുടെ ഭാര്യയായിട്ടുള്ള ലത നമ്പൂതിരി പുള്ളിക്കാരിയായിട്ട് അദ്ദേഹത്തിനൊരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ സാധനങ്ങൾ ഇപ്പം പുറത്തോട്ട് വരുന്നുണ്ട്. ഈ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള പല ആളുകളും ഇങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരമായിട്ടുണ്ട്. എന്തായാലും റീസെൻ്റ് ആയിട്ട് ഇതിനെ പറ്റിയിട്ട് ടോക്സ് എന്ന് പറയുന്ന ചാനലിൽ വന്നിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിൽ പറയുന്ന കാര്യം ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. റോയ് 2 വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഇരിക്കുന്ന ഭാര്യ 2ാമത് വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത്. ഇനി ആദ്യ വിവാഹം നിയമപരമായി ആയിരുന്നു എന്നുള്ള കാര്യം അറിയില്ല. നമ്പൂതിരി എന്ന് പറയുന്ന ഒരാൾ, നമ്പൂതിരിയുടെ ഭാര്യ, അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ എന്നാണ് കേൾക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ റോയിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ കമ്പനിയുടെ ഫണ്ട് അടിച്ചു മാറ്റിയതാണ് ഈ ബാംഗ്ലൂർ കാണുന്ന സ്ഥലവും റോയിയുടെ സമ്പാദ്യം എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ആദ്യ ഭാര്യയുടെ ശാപം റോയിക്ക് ഫലിച്ചതാണ്. കാരണം ഈ ആദ്യ ഭാര്യയുടെ ഭർത്താവ് എന്ന് പറയുന്നയാളും ഇതുപോലെ തന്നെയാണ് മരിച്ചിരിക്കുന്നത്. കർമ്മഫലമാണോ എന്നുള്ളത് അറിയില്ല. എന്നാലും 2ാം ഭാര്യയെ കുറിച്ച് മാത്രമാണ് ഇയാൾ 2ാമത്തെ ഭാര്യ ആണെങ്കിൽ, അല്ലെങ്കിൽ നിയമപരമായി കല്യാണം കഴിച്ച ആദ്യ ഭാര്യ ആണെങ്കിൽ ഇപ്പോഴത്തെ ഭാര്യ ലിന റോയ്, അവര് നിയമപരമായി കല്യാണം കഴിച്ച ചിലപ്പോൾ ആദ്യ ഭാര്യ ആയിരിക്കും. ഈ ആദ്യ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീയെ നിയമപരമായി കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല, കാരണം അവർ മറ്റൊരാളുടെ ഭാര്യയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ അതിനുശേഷം ഇദ്ദേഹം ഈ ഭാര്യയുമായിട്ടാണ്, ഈ ഭാര്യയുടെ ലളിതമായ ജീവിതത്തെക്കുറിച്ചും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് 2 മാസം മുമ്പ് ചോദിച്ചപ്പോൾ അങ്ങനെ ഒന്നും പറയാതിരിക്കൂ, അല്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നിങ്ങളുടെ സ്വത്തുക്കളൊന്നും വേണ്ട, ഞാൻ എല്ലാം ഇവിടെ ഇട്ടിട്ട് എന്റെ മക്കളെയും കൊണ്ട് എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകും, എനിക്ക് ആർഭാടമോ ഇതൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. ഇനി അവർ ഇതുപോലെ ഈ സ്വത്തുക്കൾ മുഴുവൻ അനാഥാലയത്തിനോ അല്ലെങ്കിൽ ചാരിറ്റിക്കോ കൊടുക്കുമെന്ന് അറിയില്ല. എന്തായാലും ഇതൊക്കെയാണ് കഴിഞ്ഞ 2 മാസം മുമ്പ് അദ്ദേഹം ആ ലത നമ്പൂതിരി എന്ന് പറയുന്ന ആ ലേഡിനെ പിന്നീട് വിവാഹം കഴിച്ചതും അത് ഒഫീഷ്യൽ അല്ലെന്നും പിന്നീട് കുറെ ആ കമ്പനിയിൽ കുറെ തിരിമറികളൊക്കെ നടത്തിയിട്ടാണ് ഈ ഒരു കോൺഫറൻസ് ഗ്രൂപ്പ് പടുത്തുയർത്തിയത്. അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങും ഇങ്ങൊക്കെ പല രീതിയിൽ ആളുകൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. എൻ്റെ സത്യാവസ്ഥ ഒന്നും നമുക്കറിയില്ല. എന്നാണെങ്കിലും ഈ ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരിക്കുന്ന ഈ ഒരു അവതാരകൻ റീസെന്റ് ആയിട്ട് വന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. നമുക്ക് അതോടെ ഒന്ന് കേൾക്കാം. 8-ാം തീയതി നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഏതാണ്ട് 3 മണിക്കൂറോളം നേരം ആ സമയത്ത് ഞാൻ കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കൊളാബ് ചെയ്തത് അദ്ദേഹം അതിൽ നിന്ന് എക്സിറ്റ് ആവുന്നു. എന്നിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു പുലർച്ചെ 12:30 1 മണിയൊക്കെ ആയി കാണും. വിളിച്ചിട്ട് പറഞ്ഞു വീഡിയോ ഒന്ന് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. റിമൂവ് ചെയ്യാൻ അദ്ദേഹം കാരണമായിട്ട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിയില്ല. പക്ഷേ ഭാര്യ അത്യാവശ്യമായി എമർജൻസി കേസായി ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് എനിക്ക് ആ മീറ്റിംഗിന് പങ്കെടുക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ അറിയിച്ചത്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല, അതുകൊണ്ട് ദയവായി ഒന്ന് പിൻവലിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അതിലൊരു ആ വാദത്തിൽ ഒരു കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നിയതുമില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ ഞാനും പറഞ്ഞതുപോലെ ആ വാദത്തിൽ കഴമ്പില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ വീണ്ടും അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, ഏതെങ്കിലും തരത്തിൽ മോശമായ രീതിയിൽ താങ്കൾ വാദിക്കുന്ന തരത്തിൽ ആ അഭിമുഖത്തിൽ എന്തെങ്കിലും പരാമർശം വന്നിട്ടുണ്ടോ, മറ്റാരെങ്കിലും പറഞ്ഞതുകൊണ്ടാണോ ഇത് റിമൂവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചപ്പോ എന്നെ നിരാശനാക്കണ്ട എന്ന് കരുതിയിട്ട് തന്നെ അദ്ദേഹം സത്യാവസ്ഥ പറഞ്ഞു. അരുൺ, ED റെയ്ഡ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ സമയത്ത് ഈ അവസരത്തിൽ അത് കൊടുത്താൽ ശരിയാവില്ല എന്നാണ് ഡിസംബർ മാസം 5-ാം തീയതി പറയുന്നത്. അന്ന് IT റെയ്ഡ് എന്നല്ല എൻ്റെ അടുത്ത് പറഞ്ഞത്, ED റെയ്ഡ് എന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നീട് ഏതാണ്ട് 10 ദിവസം കഴിഞ്ഞ് ഡിസംബർ 15-ാം തീയതിയാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഡിസംബർ 15-ാം തീയതി അദ്ദേഹം വിളിക്കുന്നു, അരുൺ അപ്ലോഡ് ചെയ്തോളൂ, അപ്പം ഇത്ര നേരം ഇത്ര വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു നിങ്ങളോട് എന്ന് കൂടി പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ എന്തായി റെയ്ഡ്, പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് കാണുമല്ലോ എന്ന് ചോദിച്ചപ്പോ അറിയാലോ, ED റെയ്ഡ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ അറിയാലോ, നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം എന്നാണ് റോയ് പറഞ്ഞത്. പിന്നീട് 2 തവണ അദ്ദേഹം സംസാരിക്കാം എന്ന് പറഞ്ഞ് സമയം എനിക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ തവണയും ഞാൻ പോകാൻ ഇറങ്ങുന്ന സമയത്താണ് വിളിച്ചു പറഞ്ഞത് എനിക്ക് അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് പോകണം, നമുക്ക് അടുത്ത തവണ ഇരിക്കാം എന്ന് പറഞ്ഞു. 2-ാം തവണയും ഒരു സമയമൊക്കെ നിശ്ചയിച്ച് നമ്മൾ കാണാനിരുന്നെങ്കിലും വീണ്ടും ഇതേപോലെ തന്നെ വളരെ പെട്ടെന്ന് നാട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥ. അവിടെ നിന്ന് അങ്ങോട്ടുള്ള സംസാരം, അതായത് ഈ അഭിമുഖം കഴിഞ്ഞ് പിന്നീട് ഈ ഫോണിലൂടെ സംസാരിച്ച കോൺഫിഡന്റ് റോയി വളരെ എന്താ പറയാ ഊർജം കുറഞ്ഞ ഒരു ലെവലിലാണ് സംസാരിച്ചത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായി കാണുമോ എന്നിപ്പോ ചോദിക്കുന്നതിൽ കാര്യമില്ല. അന്ന് തന്നെ അദ്ദേഹത്തിൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സാധാരണ CJ റോയ് അങ്ങനെയല്ല, സാധാരണ സംസാരിച്ചു വരുന്ന CJ റോയ് ആ രീതിയിലല്ല ഇടപെടാറ്. അദ്ദേഹം ഇപ്പൊ എത്ര കോടിയുടെ അവസ്ഥയുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ പോലും കുറച്ചധികം നാളുകളായിട്ട് സ്ട്രഗ്ലിംഗിൽ തന്നെയായിരുന്നു. ഇപ്പൊ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിട്ട് കൂടി സ്ട്രഗ്ലിംഗിൽ തന്നെയായിരുന്നു.
പിന്നെ ഇദ്ദേഹത്തിന് ഒളിക്കാനും മറയ്ക്കാനും ഒക്കെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ ഇദ്ദേഹം ആഗ്രഹിച്ച ഒരു ഫേസ് മാത്രമേ പുറത്തോട്ട് പോകാൻ പാടുണ്ടായിരുന്നുള്ളൂ എന്നൊരു തീരുമാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ ഒരു അല്ലെങ്കിൽ പുറത്തോട്ട് പോകുന്ന ആ ഒരു ഇമേജിന് കോട്ടം തട്ടുന്ന എന്ത് കാര്യം സംഭവിച്ചാലും ഒരുപക്ഷെ അതും ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സ്വയം ജീവൻ ഇല്ലാണ്ടാക്കുന്ന കാര്യത്തിലോട്ട് നയിച്ചിട്ടുണ്ടാവാം. കാര്യം എന്ന് വെച്ചാൽ അന്നത്തെ ആ ഒരു പോഡ്കാസ്റ്റിൽ ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സിമ്പിളായിട്ട് എടുക്കുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട്. എനിക്കൊരു ക്യാമറമാൻ ഇല്ല. എൻ്റെ ക്ലീനിങ് ബോയ് ആണ് എൻ്റെ വീഡിയോ എടുക്കുക, എൻ്റെ ഡ്രൈവറാണ് എൻ്റെ വീഡിയോ. പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ കാലത്താണ് നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നത്. കാരണം നമ്മൾ കൂടെ സഞ്ചരിക്കും, യാത്ര ചെയ്യുമ്പോൾ പിറകിൽ നമ്മൾ അറിയാതെയൊക്കെ ഒപ്പിയെടുക്കുന്ന ഒരു കാലത്തിലൂടെ പോകുമ്പോൾ സ്വന്തമായിട്ട് ക്യാമറമാനും കാര്യങ്ങളും ഇല്ലാതെ ഒന്നുമില്ല. ഒരു സോഷ്യൽ മീഡിയ ഡിപ്പാർട്ട്മെന്റ് എനിക്കില്ല. എന്നോട് ഒരാൾ വന്ന് ചോദിച്ചു ദാറ്റ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെ പറ. ഞാൻ പറയും ഹെഡുമില്ല ടൈലുമില്ല, ഇവിടെ ഒന്നുമില്ല. ഞാനൊരു സിംഗിൾ മാൻ ആർമിയാണ്. അപ്പോൾ ഐ ലൈക്ക് ടു കീപ് അബ്രസ്റ്റ് വിത്ത് എവറിത്തിങ്. ഇന്നത്തെ ടെക്നോളജി, ഇന്നത്തെ നാളത്തെ ടെക്നോളജി, ഐ ലൈക്ക് ടു സ്പെൻഡ് ടൈം, ടച്ച്, ഫീൽ ആൻഡ് ഡു ഇറ്റ്. കഴിഞ്ഞ ദിവസം നമ്മൾ ടോണി അച്ചായൻ റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു പുള്ളി കുറേ ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആളുകളുടെ മുന്നിൽ കുറച്ച് വിനയം കാണിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ പുള്ളി പറയാറുണ്ട്, ചിലത് കാണിക്കാറുമുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ പറയുന്ന അതുപോലൊരു ലൈനാണ് ഒരു വിനയം എന്നുള്ള കാര്യം. പുള്ളിക്ക് ആ ഒരു PR പരിപാടിയില്ല, വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഡ്രൈവറാണ്, ക്ലീനറാണെന്നൊക്കെ പറയുമ്പോൾ പോലും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത്തരത്തിൽ അദ്ദേഹത്തിന് ആ ഒരു PR പരിപാടിയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ. കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് പുറത്ത് വിദേശത്ത് വലിയ രീതിയിലൊന്നും റൺ ചെയ്യാത്ത രീതിയിൽ നിന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ മനുഷ്യൻ ഐഡിയ സ്റ്റാർസിംഗിൽ ആദ്യമായിട്ട് ഫസ്റ്റ് പ്രൈസ് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഒരു 5 ലക്ഷം രൂപ അവർ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ സമയത്ത് ഇദ്ദേഹം അവിടെ 40 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് കൊടുക്കാം, ഇത് ആരുടെ ഇയാൾ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരുമെന്നും ഓവർനൈറ്റിൽ തന്നെ നമുക്ക് വലിയൊരു ബ്രാൻഡ് വാല്യൂ ബിൽഡ് ചെയ്ത് തുടങ്ങുമെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ മനുഷ്യൻ ഈ ഒരു പോഡ്കാസ്റ്റിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോൾ അതിനുശേഷം ഒരു 100ഓളം ഫ്ലാറ്റുകൾ അന്ന് ആ ഒരു ഒറ്റതിന് ശേഷം വിറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു PR നല്ല രീതിയിൽ അറിയുന്നൊരു വ്യക്തി തന്നെയാണ് ഇദ്ദേഹം. അപ്പം അങ്ങനെയുള്ള ഈ ഒരു വ്യക്തിക്ക് പിന്നീട് ഈ പറയുന്ന ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇദ്ദേഹം വിചാരിച്ചേക്കുന്ന ഒരു ഇമേജ് ഉണ്ട് ആൾക്കാരിലോട്ട്, ഇത് മാത്രമേ ഇങ്ങനെ പോകാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ. അത് തന്നെയാണ് അദ്ദേഹം അന്നാണെങ്കിലും വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി പറയുന്ന മറ്റു ചില കാര്യങ്ങളൂടെ ഉണ്ട്. ബാംഗ്ലൂരാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ CRZ ഇല്ല, കടലില്ല. അപ്പോൾ CRZ ഇല്ല ബാംഗ്ലൂർ, കടലില്ലല്ലോ. ആരോ വന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് പുള്ളിയുടെ ഓർമ്മയില്ല പേര്, ഒരു കാലിക്കറ്റിൽ നിന്ന് വന്ന് എന്നോട് ചോദിച്ചു നിങ്ങൾ CRZ അപ്രൂവൽ എടുത്തുണ്ടോ? കോസ്റ്റൽ. അപ്പോൾ ഞാൻ ചോദിച്ചു CRZ എന്താണ്? അത് കോസ്റ്റൽ റെഗുലേറ്ററി സോണിംഗ് സോൺ എടുത്തുണ്ടോ? അപ്പോൾ എൻ്റെ കൂടുതൽ സുഹൃത്തുമാർക്ക് പറഞ്ഞു അതൊന്നും നാട്ടൊന്നും കാര്യമില്ല, എന്തോ ഒരു CRZ നമുക്ക് പണിയാം. എൻ്റെ തലയിൽ പുഴി കയറി, നാളെ പണി കിട്ടിയേക്കാം. അപ്പോൾ ഞാൻ ഇതിമേ സ്റ്റഡി നടത്തിയപ്പോൾ ഇത് ഭയങ്കര വലിയൊരു സർപ്പാണ് ഈ CRZ, പ്രശ്നമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ടീമിനോട് വിളിച്ച് പറഞ്ഞു നമുക്കിത് ക്വാളിഫൈ ചെയ്യാം, ഇത് വേണ്ട, ഈ പരിപാടി വേണ്ട. ഓക്കെ. അങ്ങനെ എല്ലാവരും അപ്സെറ്റ്. എന്താ സാർ ഇങ്ങനെ പറയണേ, ഇത് നല്ല സെയിലായതല്ലേ, ഹൈ വാല്യൂലും സെയിലായതാണ്. ഞാൻ പറഞ്ഞില്ല വേണ്ട, ഇത് നമുക്ക് ശരിയാവില്ല. അങ്ങനെ ഞങ്ങൾ കോർട്ടിൽ പോയി, കോർട്ടിൽ നിന്ന് ഫേവറബിൾ ഓർഡർ അന്ന് കിട്ടി. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇത് വേണ്ട. ഓക്കെ, ഞാനൊരു കണിഷമായിട്ട് പറഞ്ഞു നമുക്കിത് വേണ്ട. അങ്ങനെ ഞങ്ങൾ ദുബായിൽ വന്ന് പൈസയൊക്കെ റിഫണ്ട് ചെയ്തു. ഫൈലിംഗ് തുടങ്ങിയ പ്രോജക്റ്റാണ്. അപ്പോൾ അതങ്ങനെ കോൾ ഓഫ് ചെയ്തു. ഇന്നും ആ ലാൻഡ് അവിടെ കിടപ്പുണ്ട്, ഞാനത് വിറ്റിട്ടൂലൊന്നും ചെയ്തിട്ടില്ല. എല്ലാവരും പൈസയും തിരിച്ച് കൊടുത്ത് കോൾ ഓഫ് ചെയ്തു. ഏറ്റവും സക്സസ്ഫുൾ ആയ പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ 10 കൊല്ലം നിങ്ങൾ മുന്നോട്ട് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യൂ. ഇന്ന് എൻ്റെ ബിൽഡിംഗ് അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ബിൽഡിംഗ് ആ ഡെമോളിഷൻ ഉണ്ടായിരിക്കുമല്ലോ. സത്യം. അപ്പോൾ എൻ്റെ ബ്രാൻഡ് എന്തായിരിക്കും? അപ്പോൾ ആൾക്കാർ പറയുന്നതാണ് കോൺഫിഡൻ്റ് ആണ്, ഇതാണ്. ഉണ്ടാക്കിയ പേര് മൊത്തം അതിലൊന്നിൽ പോയാൽ അപ്പോൾ ഒരു 6th സെൻസ് വെച്ചിട്ട് ഞാൻ കോൾ ഓഫ് ചെയ്താണ്. സ്വന്തമായിട്ട് ഒരു ബിസിനസ് എന്നുള്ള ആഗ്രഹമായിട്ടാണ്. ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് കോട്ടം തട്ടുന്ന ഒരു കാര്യം പോലും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. അപ്പം അന്ന് അങ്ങനെ ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇങ്ങനൊരു റെയ്ഡ് കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നീട് നാളെ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തകർച്ചയിലോട്ട് പോകുന്ന ഒരിക്കലും ആ മനുഷ്യന് സഹിക്കാൻ കഴിയില്ലല്ലോ. ഇനി വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. സാലറി ഡേ എല്ലാവരുടെ ജീവിതത്തിലും വരുമല്ലോ, ഒരു ബിസിനസ്മാൻ്റെ ജീവിതത്തിൽ. അന്ന് ആ സാലറി കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഒരു പെയിൻ വേറെയാണ്. ഇപ്പം നിങ്ങൾ പറയല്ലേ ടീം ഷെയർസ് മൈ ഡ്രീം, സോറി ബ്രോ, ടീം വോൺ സാലറി ഓൾസോ. അതെ. When they get their salary on time, they share your dream. Otherwise, they just walk away. Alle. So I'm a team worker, but fact is a fact. നിങ്ങളുടെ എംപ്ലോയീസ് എന്തിനാണ് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണേ? ഫോർ ദ മന്ത്ലി സാലറി. Because they don't know that they do not want to take the risk. Their house is running properly, their EMIs are being paid, kids are going to school. ആ ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു കഴിവുള്ള ആളായിരിക്കണം ആൻട്രപ്രനർ ആവാൻ റെഡി ആയിട്ടുള്ള ആൾ. ഈ ഒരു പെയിൻ ഈസി അല്ലാണ്ട് ഇന്നും 25 കൊല്ലം കഴിഞ്ഞിട്ട് ഐ ഹവ് നെവർ ഡിഫോൾട്ടഡ് എ സിംഗിൾ സാലറി സിംഗിൾ ഡേ. കോവിഡ് സമയത്ത് ഞാൻ സാലറി ഇൻക്രിമെന്റ് ബോണസും കൂടി കൊടുത്ത ആളാണ്. ഇപ്പോൾ എംപ്ലോയീസിനൊക്കെ സാലറി പോലും ഇതുവരെ മുടങ്ങാതെ, ഒരു സെക്കൻഡ് പോലും മുടങ്ങാതെ അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഒരു ഡേറ്റ് പോലും ലാഗാവാതെ കൊടുത്തുകൊണ്ടിരുന്ന ഈ ഒരു മനുഷ്യന് ഈ ഒരു റെയ്ഡൊക്കെ വന്ന് അക്കൗണ്ടൊക്കെ ഫ്രീസ് ആയിട്ട് പിന്നീട് നാളെ ഒരു ദിവസം ഇതൊന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുകയെന്ന് വിചാരിക്കുമ്പോഴും, അല്ലെങ്കിൽ നാളെ ഈ ഒരു കമ്പനി നല്ല ഒരു തകർച്ചയിലോട്ട് പോകുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്ന ആ ഒരു സാഹചര്യത്തിലൊക്കെ തീർച്ചയായിട്ടും ആ ഒരു മനുഷ്യൻ ഇത് വേണ്ടാന്ന് തോന്നിയെങ്കിൽ
ആ മനുഷ്യന് അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ കൂടുതൽ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇദ്ദേഹം മുൻപ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പല കാര്യങ്ങളും പല രീതിയിലും ആൾക്കാർ ഇങ്ങനെ പുറത്തോട്ട് സംസാരിക്കുന്നുണ്ട്, പലതും പുറത്തോട്ട് ഇടുന്നുണ്ട്. നിങ്ങളും കുറേയൊക്കെ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, നമ്മളും കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അങ്ങും ഒക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, പഠിക്കാൻ പറ്റുന്ന ഒരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എത്ര പൈസ ഉണ്ടാക്കിയെന്ന്, എത്ര കോടികളുടെ ആസ്തി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നൊരു സാധനം മനസമാധാനമാണ്. അതില്ലാതെ എത്ര കോടികൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇത്രയൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.